ഈ ബിജുക്കുട്ടനെ സംബന്ധിച്ച് പുള്ളിയുടെ അഭിനയ ജീവിതത്തിൽ ഇത്രയും നല്ലൊരു കഥാപാത്രം കൈകാര്യം ചെയ്തിരിക്കാൻ സാധ്യതയില്ല. കാരണം അത്രയ്ക്ക് ടച്ചിങ് ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ മകനായിട്ട് വരുന്ന വിനായകനാണെന്ന് തോന്നുന്നു പേര്. നല്ല വല്ലാത്തൊരു ബന്ധമാണത് അവസാനം പിന്നെ പുള്ളിയുടെ മരണം സൃഷ്ടിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇവരുടെ കാസ്റ്റിങ്, ഈ പുതിയ പിള്ളേരുടെ കാസ്റ്റിംഗ് എന്ന് പറയുന്ന ഒരു വലിയ അങ്ങനെ ഒരു വളരെ പ്രത്യേകതയുള്ള പിള്ളേരെ ഒന്നുമല്ല. പക്ഷെ അവരുടെ കഥാപാത്രത്തിലൂടെ പ്രേക്ഷക മനസ്സിൽ ഇടം നേടുന്ന പോലെയാണ്. അതെ അതെ, അവരുടെ ആ കൂട്ടായ്മയിൽ എന്തോ ഒരു മാജിക് ഉണ്ട്. ഈ 4 പേരുടെ അവരിപ്പോഴും ഒരു സുഹൃത്തുക്കളാണ്. ഇപ്പോഴും സുഹൃത്തുക്കളാണ്. ആ ഒരു മാജിക് ഉണ്ട് അതിനകത്ത്. അല്ല, അവർ വീട്ടിൽ പോയിട്ടില്ല. അവരിപ്പോൾ ഈ സിനിമ കഴിഞ്ഞതിൻ്റെ ആഘോഷത്തിൽ തന്നെ ഇവരിതിൽ നിൽക്കുകയാണ്. അതിൻ്റെ ആഘോഷം അവർക്ക് തീരുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പം ഇതിന് ഇനി ഒരു 3ാം ഭാഗമുണ്ട് അല്ലേ? 3ാം ഭാഗമുണ്ട്. അത് സ്ത്രീകളുടെ അത് അനൗൺസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അതിനും ഒരു വല്ലാത്തൊരു പ്രതീക്ഷ ജനിപ്പിക്കുന്നു. അതെന്ന് വെച്ചാൽ സ്ത്രീകളുടേതായിട്ടുള്ള ഒരുപാട് വിഷയങ്ങളുണ്ട്, ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതെല്ലാം ഇവരുടെ ഒരു കാഴ്ചയിലൂടെ കാണാനായിട്ട് പ്രേക്ഷകർ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ അതൊരു നല്ല ട്രെൻഡാകട്ടെ. പിന്നെ ഈ കൗമാരക്കാരെ വെച്ചിട്ട് നിരവധി സിനിമകൾ ഇൻഡസ്ട്രിയിൽ പ്ലാൻ ചെയ്യുന്നു. അപ്പോൾ അതൊരു ട്രെൻഡ് സെറ്ററായി മാറിയെന്നുള്ളതാണ്. ഒരു വലിയ കാര്യം തന്നെ അല്ലേ? അല്ല, മലയാള സിനിമ ഒരു പുതിയ വഴിത്തിരിവിലേക്ക് തിരിക്കുന്ന ഒരു സിനിമ തന്നെയാണ് ഇത് വാഴ. ഓക്കെ.